കാസിരംഗ നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാ മനസ്സിലേക്ക്? കാസിരംഗ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് പേര്, അതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഓർമ്മയിൽ വരുന്ന 2 പോയിന്റ് പറഞ്ഞാൽ മതി. അവിടെ കുറെ സ്പീഷീസ് ഉണ്ട്, കുറെ വൈഡ് വെറൈറ്റീസ്. ഓക്കെ, കാസിരംഗ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ തന്നെ ഉണ്ട്. കാസിരംഗ ഈസ് എ നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ വി അണ്ടർസ്റ്റുഡ് അതിൽ എന്തുണ്ട്, നാഷണൽ പാർക്കാണ്. ഓക്കെ, പിന്നെ പറഞ്ഞത് ഇതിൽ സ്പീഷീസ്. ഓക്കെ ഫൈൻ. വേറെ ഇതെവിടെയാണ് സ്ഥലം വരുന്നത്? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അസം. ഓക്കെ ഫൈൻ, യെസ്. ഓക്കെ, അപ്പോ വേറെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ഏതാണ്? ഇനി വേറെ ആരെങ്കിലും പറഞ്ഞു. ഇനി ദേവിക, ഇനി ഐഡിയ? കാസിരംഗ നാഷണൽ പാർക്കിലെ ഒരു പ്രൊട്ടക്റ്റഡ് അനിമൽ ഉണ്ട്, അതേതാണ്? ഐഡിയ ഉണ്ടോ ദേവിക? ഇല്ല സർ. Okay. Okay, and what about okay, സൂരജ് എന്താണ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്കിലെ പ്രൊട്ടക്റ്റഡ് അനിമൽ ഏതാണ്? ഡോൾഫിൻ ആണോ? ഏതായിരുന്നു? എന്താ അല്ല, ഏതാ പറഞ്ഞത്? ഞാൻ ക്ലിയർ ആയി കേട്ടില്ല. ഡോൾഫിൻ വായിച്ച പോലെ തോന്നി. ഓക്കെ ഓക്കെ ഓക്കെ, ഡോൾഫിൻ അല്ല എങ്കിലും ഓക്കെ. അപ്പോ കാസിരംഗ നാഷണൽ പാർക്ക് ഞാൻ ഫസ്റ്റ് പറയാൻ കാരണം അതായിരുന്നു. കാസിരംഗ എന്ന പേര് കേട്ടാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു സംഭവം അവിടുത്തെ പ്രൊട്ടക്റ്റഡ് അനിമലിനെ കുറിച്ചാണ് മിക്കവർക്കും അറിയുന്നത്. കാരണം ടൈഗർ റിസർവ്. ടൈഗർ റിസർവ് അല്ല. ടൈഗർ ഓക്കെ, അതായത് ഇവിടെ ടൈഗർ ഉണ്ട് ആൻഡ് ബാക്കി എല്ലാ സ്പീഷീസുകളും ഉണ്ട്. റൈനോസ്. ഓക്കെ, റൈനോസ്. ഓക്കെ, റൈനോസ് ആണ്. റൈനോസ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ്, കാണ്ടാമൃഗം. ഓക്കെ, കാണ്ടാമൃഗം, അതാണ് റൈനോസ്. സോ അതും അതിന് പ്രത്യേകതയുണ്ട്. 1 ഹോൺഡ് റൈനോസ് എന്ന് പറയുന്നതാണ് അവിടെയുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. സോ 1 ഹോൺഡ് റൈനോസ് എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റഡ് അനിമൽ ആയിട്ടുള്ളതാണ്. അപ്പൊ കാസിരംഗ നാഷണൽ പാർക്ക് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് അതാണ്. ദ പ്രൊട്ടക്റ്റഡ് അനിമൽ ഓഫ് കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് 1 ഹോൺഡ് റൈനോസ്. ഓക്കെ, അതായത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അതിന്റെ പിക്ചർ നോക്കിയാൽ കാണാം. നമ്മൾ ഒരു ഇലൂഷൻ അല്ലെങ്കിൽ പലപ്പോഴും എന്താണ് പല വീക്ക്ലീസ് അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേച്ചർ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കാർട്ടൂണുകളിലോ ഒക്കെ കാണുന്ന പോലെ ഒരു ക്രിയേച്ചർ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ സത്യത്തിൽ അത്തരത്തിലുള്ളൊരു മൃഗമാണ് ഈ പറയുന്ന 1 ഹോൺ റൈനോ. അത് പലപ്പോഴും ന്യൂസിൽ വരാറുണ്ട്. ആസാമിൽ ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഫ്ലഡ് സിറ്റുവേഷനിലൊക്കെ മിക്കവാറും എഫക്റ്റ് ചെയ്യാറുള്ള ഒരു നാഷണൽ പാർക്കാണ്. ഇപ്പൊ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം ഇറ്റ് വാസ് ദ ഹയസ്റ്റ് റവന്യൂ എന്ന് പറയാം. ഇറ്റ് കളക്ട്സ് ഹയസ്റ്റ് റവന്യൂ ഇൻ ദ 50-year ഹിസ്റ്ററി. സോ കാസിരംഗ നാഷണൽ പാർക്കിൽ വിസിറ്റേഴ്സിന്റെ എണ്ണത്തിൽ നിന്നുള്ള കളക്ഷനിലൂടെ ആദ്യമായിട്ട് 50 വർഷത്തിൽ ആദ്യമായിട്ടാണ് ദ ഹയസ്റ്റ് കളക്ഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ ടൂറിസ്റ്റ് ടച്ചസ് 8.8 crore എന്നാണ് പറയുന്നത്. ഓക്കെ, റുപ്പീസ് 8.8 crore. അപ്പൊ അത്രയും വലിയൊരു കളക്ഷൻ കിട്ടി എന്നുള്ളതാണ്. ദെൻ കാസിരംഗ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ ദ ഗോൽഘാട്ട് ആൻഡ് നഗോൺ ഡിസ്ട്രിക്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ആസാം. അപ്പോൾ അത് അതിന്റെ പ്രത്യേകതയാണ്. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. പിന്നെ ഇത് ഈ പാർക്കിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ നമുക്ക് ഈ നാഷണൽ പാർക്കിന്റെ കോൺസെപ്റ്റ് എല്ലാം അറിയണം. ഓക്കെ, അതായത് ഇപ്പോ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം നാഷണൽ പാർക്കുകൾ വലുതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ദ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്, എവിടെയാണ്? ഓക്കെ, ഞാൻ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രിഗറി ഓഡിബിൾ അല്ലേ? സർ ഓഡിബിൾ ആണ്. ആ,
ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? എനി ഐഡിയ? അല്ലെങ്കിൽ ഓക്കെ, കേരളത്തിലെ ഒരു നാഷണൽ പാർക്കിന്റെ പേര് പറഞ്ഞാൽ മതി. കേരളത്തിലൊരു നാഷണൽ പാർക്കിന്റെ പേര്. ഇരവികുളം നാഷണൽ പാർക്കാണ്. യെസ്, ഇരവികുളം നാഷണൽ പാർക്ക്, എക്സാക്ട്ലി. ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്? ഇടുക്കി ഇരവികുളം നാഷണൽ പാർക്കില് ഇടുക്കി. ഇടുക്കി ഡിസ്ട്രിക്ട്. ഇടുക്കിയാണ്, എക്സാക്ട്ലി. യെസ്. അപ്പോൾ ഇടുക്കി, ഓക്കെ. ഇരവികുളം നാഷണൽ പാർക്കിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട് ഇതില്? ഇരവികുളം നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ളവര് ആരും പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഗിരിഗിരി തന്നെ പോയിട്ടുണ്ട്. ഓക്കെ. സോ ഓക്കെ, അപ്പോൾ ഇടുക്കിയിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ് വരിക. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകത ചോദിച്ചാൽ എന്താണ്? അപ്പോൾ ഓക്കെ, ഗ്രിഗറിക്ക് തന്നെ ആൻസർ പറയാൻ പറ്റും. ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകത നീലക്കുറിഞ്ഞി. ഓക്കെ, നീലക്കുറിഞ്ഞി. യെസ്, നീലക്കുറിഞ്ഞി അവിടെയാണ് അതിന്റെ സീസണലെല്ലാം നമ്മൾ കാണുന്നത്. സീസണൽ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി സീസണൽ അല്ലാതെയും അത് വരുന്നുണ്ട് എങ്കിലും. ആൻഡ് അവിടുത്തെ ഇതുപോലെ ഒരു ആനിമൽ ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ആനിമൽ. ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആനിമൽ ഉണ്ട്. ഏതാണ്? ഇനി ഐഡിയ? ഓക്കെ, അത് തമിഴ്നാട്. ഏതാണ് സൂരജ്? സൂരജ്? ടൈഗർ അല്ല. ടൈഗർ ആക്ച്വലി പെരിയാറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പെരിയാറിലാണ് ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ് ആണ് ഉള്ളത്. ഇത് വരയാടാണോ? വരയാട്. യെസ്, വരയാടാണ്. അതായത് വരയാടിന്റെ പ്രത്യേകത അത് തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ്. ഓക്കെ, തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ്. ഇപ്പൊ കേരളത്തിന്റെ സ്റ്റേറ്റ് ആനിമൽ നമ്മള് ഏതാണ്? കേരളത്തിന്റെ സ്റ്റേറ്റ് ആനിമൽ ഏതാണ് ഹരിപ്രിയ? കേരളത്തിന്റെ സ്റ്റേറ്റ് ആനിമൽ? ഓക്കെ, നിങ്ങൾ ആൻസർ ചോദിച്ചാലല്ല, അല്ലാതെയും പറയാട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ പറയാം. ഓപ്പൺ ടു ഓൾ. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നില്ല. സോ യു ക്യാൻ ആൻസർ എനി ആൻസർ. ഏതാണ് കേരളത്തിലെ? യെസ്, എലിഫന്റ്. യെസ്, എലിഫന്റ് ആണ്. അപ്പോ അത് കണക്ട് ചെയ്ത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, തമിഴ്നാടിന്റെ ഇതുപോലെയുള്ള സ്റ്റേറ്റ് ആനിമൽ ആണ് ഈ പറയുന്ന വരയാട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് കേരളത്തിലുള്ള ഇരവികുളം. ഇരവികുളത്തിന് വേറെയും പ്രത്യേകതയുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് നമ്മൾ ഏറ്റവും ഉയരം കൂടിയ, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം, അതായത് ആനമുടി എന്ന് പറയുന്നത്. സോ ആനമുടി അതിന്റെ ഉള്ളിലാണ് വരിക. ഓക്കെ, ആനമുടിയുടെ പൊസിഷൻ കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. അതിന് മുകളിലേക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കും വിത്ത് പെർമിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു നാഷണൽ പാർക്കിനെ കുറിച്ചാണ്, കാസിരംഗ. അപ്പൊ കാസിരംഗ നാഷണൽ പാർക്ക് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണെന്നാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഹെമിസ് എന്ന് പറയുന്ന നാഷണൽ പാർക്കാണ്. HEMIS. ഓക്കെ, ഇപ്പൊ ഹെമിസ് നാഷണൽ പാർക്ക് ഉള്ളത് ഇറ്റ്സ് ഇൻ ലഡാക്ക് റീജിയൻ. ജമ്മു കാശ്മീർ. യെസ്, ജമ്മു കാശ്മീരിലായിരുന്നു. ഇപ്പോൾ അത് ലഡാക്ക് റീജിയനിലാണ് വരിക. ജമ്മു കാശ്മീരും ലഡാക്കും ഒന്നായിരുന്ന സമയത്താണ് അത് ജമ്മു കാശ്മീർ എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ അത് ലഡാക്കിന്റെ റീജിയനിലാണ് വരിക. അവിടത്തെ ഇതുപോലെ ഒരു പ്രൊട്ടക്റ്റഡ് ആനിമൽ ഉണ്ട്. എന്താണ്? എല്ലാ ദിക്കുകളിലും ഇതുപോലെ ഒരു പ്രൊട്ടക്റ്റഡ് ആനിമൽ ഉണ്ടാവും മിക്കവാറും. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആനിമൽ വെച്ചിട്ടാണ് നമുക്കത് ഓർക്കാനും എളുപ്പം. ഏതായിരുന്നു? സ്നോ ടൈഗർ. സ്നോ ടൈഗർ. ആക്ച്വലി ടൈഗർ എന്നുള്ള ടേം അല്ല. ഓക്കെ, എങ്കിലും അതായത് നമ്മള് അറിയാലോ, ഇതൊക്കെ ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതൊക്കെ കാറ്റ് ഒരേ ബ്രീഡുകളാണെന്ന് പറയാം. അപ്പൊ അതില് ടൈഗർ അല്ലെങ്കിൽ ടൈഗർ എന്നുള്ള കാറ്റഗറി തന്നെ കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് സ്നോ ലെപ്പേർഡ് ആണ് വരിക. ഓക്കെ, അതായത് സ്നോ ലെപ്പേർഡ് ആണ്, മഞ്ഞ് പുലിയാണ് വരിക. അതിൽ തന്നെ സ്നോ ലെപ്പേർഡിന്റെ പ്രത്യേകത, ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീറ്റപ്പുലി എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. സോ സ്നോ ലെപ്പേർഡ് ആണ് വരിക. അപ്പൊ സ്നോ മഞ്ഞുള്ള സ്ഥലമാണ്, അത് പ്രത്യേകിച്ച് ഓർക്കാം. ബിക്കോസ് ലഡാക്ക് റീജിയൻ എന്ന് പറയുന്നത് മഞ്ഞ് വളരെയധികം ഉള്ള ഒരു ഏരിയ ആണ്.
അപ്പോൾ അവിടെയുള്ള പ്രൊട്ടക്റ്റഡ് ആനിമൽ അങ്ങനെ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ചെറിയ ലോജിക്ക് ഉണ്ടായാൽ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോ ഏതാണ് ഒട്ടകം. ഓക്കെ, നമ്മളിപ്പോ ഒട്ടകത്തിനെ ക്യാമൽ സഫാരി അല്ലെങ്കിൽ ക്യാമൽ സിസ്റ്റം ഒക്കെ കാണാം. അത് ഇപ്പൊ ക്യാമൽ കാണുന്ന ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? ഒട്ടകത്തിനെ കാണുന്ന സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. 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 ഓക്കെ, അപ്പൊ രാജസ്ഥാൻ എന്നുള്ള ആൻസർ പറയാൻ കാരണം അവിടെ നമുക്കറിയാം രാജസ്ഥാനിൽ മരുഭൂമി ഉണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലത്ത് ഇല്ല എന്നല്ല. മരുഭൂമി പക്ഷെ അവിടെ തന്നെ ഉള്ളൂ. മരുഭൂമി രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ഒട്ടകം അവിടെയാണ് മെയിൻലി ഉണ്ടാവുക. ഇതുപോലെയാണ് ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചില ആൻസറുകൾ പറയാൻ പറ്റും. അപ്പൊ അതിൽ പെട്ടതാണ് ഇപ്പൊ ഹെമിസിന്റെ കേസൊക്കെ. ഹെമിസ് നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റഡ് ആനിമൽ എന്ന് പറയുന്നത് സ്നോ റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, പക്ഷെ തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. സ്നോ ലെപ്പേർഡ് ആണ്. സ്നോ വേണമെങ്കിൽ അവിടെ എന്ത് വരാം? ഇപ്പോൾ കരടി വരാം. ഓക്കെ, അതായത് നമ്മൾ മഞ്ഞ് കരടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പല ജീവികളും ഉണ്ടാവാം. ബട്ട് ഇവിടെ സ്നോ ലെപ്പേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ ഇവിടെ പറഞ്ഞത് കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചാണ്. ആസാമിൽ വേറെയും നാഷണൽ പാർക്കുകൾ ഉണ്ട്. ആസാമിൽ ഇതുപോലെ മനാസ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്ക് ഉണ്ട്. അത് ഇതിൽ ഐ തിങ്ക് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് മനാസ് ഓർ മാനസ് എന്ന് വിളിക്കുന്ന നാഷണൽ പാർക്കാണ്, MANAS. സോ മനാസ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ആസാമിൽ ഒരു ബോർഡറിലാണ്. അതായത് ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും ബോർഡറിലായിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. സോ ദ നാഷണൽ പാർക്ക് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ എന്നാണ് ചോദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് മനാസ് നാഷണൽ പാർക്കാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. സോ അതുപോലെ വേറെയും ഒരുപാട് നാഷണൽ പാർക്കുകൾ, പ്രധാനമായിട്ട് 5-6 നാഷണൽ പാർക്കുകളോളം ആസാമിൽ തന്നെയുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? എന്താണ് സിക്കിൾ സെൽ? ഓക്കെ, ഞാൻ ചോദിക്കാം. കൃഷ്ണപ്രിയ. ഓക്കെ, കൃഷ്ണപ്രിയ, എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? എനി ഐഡിയ? അറിയില്ല സർ. ഓക്കെ, ആൻഡ് വേറെ ആരാണ് ആൻസർ പറയാൻ? ഓക്കെ, സൗമ്യ. യെസ്. അത് നമ്മുടെ RBC സെൽസ് ഒരു അരിവാളിന്റെ ഷേപ്പിൽ ഇങ്ങനെ വരുന്ന ഒരു സ്റ്റേറ്റിനെ അല്ലേ പറയുന്നേ? എക്സാക്ട്ലി. യെസ്. അത് തന്നെ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ, ആക്ച്വലി അത് അനീമിക് രോഗമാണ്. ഈ പറയുന്ന പോലെ RBC, അതായത് റെഡ് ബ്ലഡ് സെൽസ് എല്ലാം എന്ത് സംഭവിക്കുന്നു? ഒരു സിക്കിൾ ആകൃതിയിൽ എന്തായി മാറുന്നു? അതിന്റെ ആകൃതി മാറുന്ന ഒരു ഡിസീസാണ്. അപ്പൊ ഇത് കേരളത്തിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം അറിയോ? കേരളത്തിൽ ഇതുപോലെ, അതായത് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്. അവിടെ തന്നെ ഒരു പർട്ടിക്കുലർ പീപ്പിൾ അവരുടെ ഇടയിലാണ്. സോ എവിടെയാണ് സൗമ്യ? ഓക്കെ, സൗമ്യക്ക് എന്നെ അറിയുമെങ്കിൽ പറയാം. എനി ഐഡിയ സൗമ്യ? ഓക്കെ, ബാക്കിയുള്ളവർക്കും പറയാം. സോ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സിക്കിൾ സെൽ? ഇവിടെ സിക്കിൾ സെല്ല് നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ ടോപ്പിക്കിൽ നമുക്ക് വരാൻ കാരണം അമേരിക്കയിലെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതിൽ പുതിയതായിട്ട് ഒരു ജീൻ തെറാപ്പി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീൻ തെറാപ്പിയിലൂടെ ഇത് കണ്ടെത്താൻ ശ്രമിക്കുന്നതും അത് ക്യൂർ ചെയ്യാനുള്ള ശ്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കാരണം അതിനൊരു എന്തുണ്ട്, ജെനറ്റിക്സ് ഉണ്ട് പല അസുഖങ്ങളുടെ പോലെ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ, സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത് സിക്കിൾ സെൽ ആയി മാറാണ്. സെല്ലിന്റെ ആകൃതി എന്തായി മാറുന്നു? സിക്കിൾ ആകൃതിയിൽ അരിവാളിന്റെ പോലെ വളയുന്നതാണ്. അപ്പോൾ ഇത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം അട്ടപ്പാടി. അതൊരു ഓൾമോസ്റ്റ് അത് നല്ലൊരു ആൻസർ ആണ്. പക്ഷേ ഓക്കെ, അട്ടപ്പാടി. പക്ഷെ പ്രത്യേകത ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വയനാട് ജില്ലയിലാണ്. ഓക്കെ, വയനാട് ജില്ലയിലെ ആദിവാസികളുടെ ഇടയിലാണ്, കറക്റ്റ് ആണ്. ബട്ട് വയനാട് ജില്ലയിലാണ്. അട്ടപ്പാടി വരുന്ന ഏത് ജില്ലയിലാ? അട്ടപ്പാടി പാലക്കാടല്ലേ?
ആണോ? അട്ടപ്പാടി പാലക്കാടാണ്. യെസ്. അപ്പൊ അട്ടപ്പാടി പാലക്കാടാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വയനാട്ടിലുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിലാണ്. അപ്പൊ അത് ഒരു ജനറ്റിക് ഡിസീസ് ആയിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് ജനറ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ പഠനം. സോ ഇവിടെ പോയിന്റ് നോക്കാം. സിക്കിൾ സെൽ ഡിസീസ് പറയുന്നത് അതാണ്. റീസെന്റ് എ 12-year old boy from USA became the first person in the world with a sickle cell disease to begin a commercially approved gene therapy that may cure the condition. So commercially approved എന്ന് വിളിക്കാൻ കാരണം ഇത് നോർമലി കൊമേഴ്ഷ്യലി അപ്രൂവ്ഡ് ആയിട്ട് ഒരു എന്ത് സംഭവിക്കാറില്ല, റിസർച്ചുകൾ ചെയ്യാറില്ല, കുറവാണ്. എന്നാൽ അമേരിക്കയിലെല്ലാം കൊമേഴ്ഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ജീൻ തെറാപ്പികൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ എനി തെറാപ്പി. ഓക്കെ, മെഡിസിൻ ഫീൽഡിൽ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ തെറാപ്പികൾ ഒരുപാട് നടത്താറുണ്ട്. അപ്പോൾ അത് മിക്കവാറും റിസർച്ച് ഓറിയന്റഡ് ആവുമ്പോൾ ഇതിനൊരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി ചെയ്യാറില്ല. കൊമേഴ്ഷ്യൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ എടുത്ത് ഇത് സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി വൈഡ് റേഞ്ചിൽ എല്ലാ കമ്പനികളും ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിനുള്ള പെർമിഷൻ കൊടുക്കാറില്ല. ബട്ട് ഇവിടെ പ്രത്യേകത, അവിടെ ഈ പെർമിഷൻ എന്ത് ചെയ്തിരിക്കുന്നു, അമേരിക്കയിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് യു ക്യാൻ ഡു ദ റിസർച്ച് ഓൺ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് കൊമേഴ്ഷ്യലി. അപ്പോൾ അത് അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത്തരം ടെസ്റ്റ് നടത്താം. അപ്പോൾ അതിന് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. സോ ഇവിടെ പ്രത്യേകത, ഈ സിക്കിൾ സെൽ ഡിസീസ് 12 വയസ്സുള്ള ഒരു കുട്ടിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ലോകത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അബൌട്ട് ദ സിക്കിൾ സെൽ ഡിസീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ സിക്കിൾ സെൽ ഡിസീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ഹീമോഗ്ലോബിൻ, ദ പ്രോട്ടീൻ ദാറ്റ് ക്യാരീസ് ഓക്സിജൻ ത്രൂ ദ ബോഡി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് വെറുതെ അല്ല, ഇത് ജനറ്റിക് ഡിസീസ് പോലെയാണ്, ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. സോ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആവുമ്പോൾ പല അസുഖങ്ങളുടെയും ഇഷ്യൂ അതാണ്. നമ്മൾ പലപ്പോഴും എന്താണ്, അസുഖങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഠനങ്ങളിൽ കാണിക്കുന്നത് ചില അസുഖങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതായത് പാരമ്പര്യ രോഗം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. സോ നമുക്കത് വേണമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും വി കനോട്ട് ചേഞ്ച്. ഓക്കെ, അത് ഫ്രം ജനറേഷൻസ് ടു ജനറേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് നോർമലി, ഓക്കെ, ഇവിടെ എഴുതിയിട്ടുള്ള ഈ പോയിന്റ് ആണ്. അതായത് പീപ്പിൾ വിത്ത് SCD ഹാവ് atypical hemoglobin molecules called hemoglobin S which can distinct RBCs into a sickle or crescent shape എന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, ഇത് എന്ത് ചെയ്യുന്നു, RBCകളിലെ which can distort RBCs into a sickle, RBC സെല്ലിലുള്ള അല്ലെങ്കിൽ RBC എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എന്താക്കി മാറ്റുന്നു, ഒരു സിക്കിൾ മോഡലിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോക്സി യൂറിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോൺ മാരോ സ്റ്റെം സെൽ. സോ ഇത് മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഓപ്ഷൻ. ഓക്കെ, നമ്മൾ നോർമലി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആ പറയുന്ന 3 കണ്ടീഷനുകളും. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തം മാറ്റി, അല്ലെങ്കിൽ രക്തം എന്ത് ചെയ്യണം, മാറ്റിക്കയറ്റുക എന്ന് പറയുന്നതാണ്. സോ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എളുപ്പമുള്ള ഒരു അസുഖമല്ല, അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ക്യൂർ അല്ല അതിന്. ഇന്ത്യയിൽ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ സിക്കിൾ സെൽ ഡിസീസിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു വിഭാഗം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് തടയാനായിട്ട്. ഇതിന് ഇപ്പം അടുത്ത കാലത്ത് ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് എന്താണ്, എസ്പെഷ്യലി ഇപ്പോൾ ലേറ്റസ്റ്റ് അതിനെ കുറിച്ചുണ്ടായിരുന്നു, അതിനെ സംബന്ധിക്കുന്ന അവയർനെസ് ക്യാമ്പയിനുകളും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ദ ഗവൺമെന്റ് എയിംസ് ടു എലിമിനേറ്റ് സിക്കിൾ സെൽ അനീമിയ ബൈ 2047. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്തു വെക്കണം. അതായത് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ബൈ വിച്ച് ഇയർ? സോ 2047, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാമത്തെ വാർഷികത്തിലാണ്. ഈ 2047 വേറെ പ്രത്യേകതയുള്ളത്, 2047 ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യ വിൽ ബിക്കം എ ഡെവലപ്ഡ് കൺട്രി എന്നുള്ളതാണ്. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്ന പോളിസിയാണത്. അപ്പോൾ അതിന് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത 25 ഇയേഴ്സിനെയാണ്. അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായി. അപ്പോൾ അടുത്ത 25 ഇയേഴ്സ് വിൽ ബി മോർ ഫ്രൂട്ട്ഫുൾ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള സ്ട്രാറ്റജിയിലാണ് പോകുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോളിസികളാണ് എല്ലാം. അതായത് ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2047 ഒരു ഡെവലപ്ഡ് രാജ്യമാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ കോൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ ഉൾപ്പെടും. ഓക്കെ, അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് അതെല്ലാം പോകുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ വികസനം വേണം, പക്ഷേ എങ്ങനെയുള്ള വികസനം? സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഓക്കെ, SDG എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം ഈ പറയുന്ന കോൺസെപ്റ്റിലുള്ളതാണ്. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ അറിഞ്ഞിരിക്കുക. സിക്കിൾ സെൽ അനീമിയ ഒരു അനീമിക് ഡിസീസ്, അല്ലെങ്കിൽ റിലേറ്റഡ് ടു ദ ഇൻഹെറിറ്റൻസ് ആണ്. ആൻഡ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ വയനാട്ടിൽ തന്നെയാണ്. അപ്പം നെക്സ്റ്റ് വരുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? ഓക്കെ, ഇതിൽ നോക്കണ്ട, ഇതിൽ നോക്കുകയൊന്നും ആവശ്യമില്ല. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ കുറിച്ച് അറിയാവുന്ന പോയിന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ചോദിക്കാം. ഓക്കെ, ഞാൻ ചോദിക്കാത്തവർ പിന്നെ ആരാണുള്ളത് ഇനി? ഓക്കെ, സുഹൃത. yes sir. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അറിയാലോ? ഗുഡ്സ് ആൻഡ് കേട്ടിട്ടില്ലേ? ഓക്കെ, അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താണ് അറിയാവുന്ന പോയിന്റുകൾ ഉള്ളത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അത് എല്ലാ ടാക്സുകളൊക്കെ ഒന്നാക്കിയിട്ട് അങ്ങനെ എന്തോ അല്ലേ? ഓക്കെ, യെസ്, എല്ലാ ടാക്സുകളെയും കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ടാക്സസ്, അതായത് ഏത് ടൈപ്പ് ടാക്സുകളെയാണ് ഒന്നാക്കിയിട്ടുള്ളത്? അതിൽ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ ടാക്സുകളെയും ഒന്നാക്കി ചെയ്തിട്ടുള്ളതാണോ, അതോ ഒരു ഗ്രൂപ്പ് കുറച്ച് ടാക്സുകളെ മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ ടാക്സേ ഉള്ളൂ എന്നാണോ ഉത്തരം? അല്ല, സെയിൽസ് ടാക്സിന് സെയിൽസ് ടാക്സ്, യെസ്. അത് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെ. എക്സാക്ട്ലി. ഓക്കെ, അതായത് യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ അതിനൊരു കൃത്യമായൊരു ക്ലാരിഫിക്കേഷനും വേണം. അതായത് പൊതുവെ ടാക്സുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന രണ്ടായിട്ടാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ അറിയുന്ന പോലെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം നേരിട്ട് കൊണ്ടുപോയിട്ട് അടയ്ക്കുന്ന ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നേരിട്ട് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന ഏതെങ്കിലും ടാക്സ് അറിയോ? നമ്മൾ നേരിട്ട് തന്നെ അടയ്ക്കുന്ന ടാക്സ്? ഇൻകം ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ്. സോ ഇൻകം ടാക്സ് എങ്ങനെയാണ് അടയ്ക്കുന്നത്? ഇൻകം ഓഫ് എ പേഴ്സൺ, അതായത് ഒരാൾക്ക് കിട്ടുന്ന വരുമാനം അയാൾ ടാക്സ് അടയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ ഇൻകം ടാക്സ് പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആദ്യം വരുമാനം ഉള്ളവർക്കേ എന്തുള്ളൂ, വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണ്ടു. അപ്പോൾ വരുമാനം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇൻകം ടാക്സ് വരില്ല. സോ എന്നാൽ ഏതൊരു വ്യക്തിക്കും വരാവുന്ന ടാക്സുകളുണ്ട്. ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്ക് വരുന്ന ഡയറക്റ്റ് ടാക്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പ്രോപ്പർട്ടി ടാക്സ്, അതായത് നമ്മൾ വീട്ടുനികുതി. ഇപ്പോൾ വീടിന് അടയ്ക്കണം? വീടിന് ടാക്സ് അടയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ടാക്സ്, ഭൂമിക്ക് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇത് അടയ്ക്കുന്ന സ്ഥലങ്ങൾ വേറെ വേറെയാണ്. ലാൻഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വില്ലേജ് ആണ്. ഓക്കെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് അടയ്ക്കുന്നത് എല്ലാം വില്ലേജ് ഓഫീസിലാണ്. എന്നാൽ പ്രോപ്പർട്ടി, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒരു പഞ്ചായത്ത് ആവാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയ ആവാം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആവാം. സോ നമ്മൾ ഏത് ഏരിയയിലാണോ താമസിക്കുന്നത് ആ ഏരിയയിലുള്ള ലോക്കൽ അതോറിറ്റിയിൽ പോയിട്ടാണ് എന്തടയ്ക്കേണ്ടത്? പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കേണ്ടത്. അതായത് വീട്ടുനികുതി, അല്ലെങ്കിൽ ഇപ്പോൾ കടമുറികൾ ഉണ്ടാവാം, ഒരുപാട് ബിൽഡിങ്ങുകളും കടകളും ഒക്കെ ഉണ്ടാവും. ഈ കടകളൊക്കെ ടാക്സ് അടയ്ക്കണം. സോ അവരെല്ലാം ടാക്സ് അടയ്ക്കേണ്ടത് അവരുടെ ലോക്കൽ അതോറിറ്റിയിലാണ്. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ അടയ്ക്കണം, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ. കാരണം ഇത് വരുമാനമാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഡയറക്റ്റ് ടാക്സ് എന്നുള്ള കാറ്റഗറിയാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അതായത് ഇത് നമ്മൾ പോലും അറിയാതെ നമ്മൾ അടയ്ക്കുന്ന ഒരു ടാക്സ് ആണ്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതുമാണ്. ഓക്കെ, സുഹൃത തന്നെ പറഞ്ഞിരുന്നു. സെയിൽസ് ടാക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സെയിൽസ്. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താക്കി? സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ടാക്സുകൾ, കുറേ ടാക്സുകൾ ഉണ്ട്. അതായത് സെയിൽസുമായി ബന്ധപ്പെട്ടതാണ് അതെല്ലാം. അപ്പോൾ അത്തരത്തിൽ ഇൻഡയറക്റ്റ്ലി അടയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, സെയിൽസ് ടാക്സ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ്ലി? നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൽ നമ്മൾ എന്ത് അടയ്ക്കുന്നുണ്ട്? ഒരു സാധാരണ ആളും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കടയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന്റെ മുകളിൽ ഒന്ന് അതിന്റെ റീറ്റെയിൽ പ്രൈസ് ഉണ്ടാവും, പ്ലസ് അതിന്റെ ടാക്സ് ഉണ്ട്. അതിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരിക. ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും.
അപ്പൊ ആ ടാക്സ് ആണ് GST. ഇപ്പൊ GST ആയി. മുമ്പാണെങ്കിൽ അത് വാറ്റ് എന്ന പേരിലായിരുന്നു, ഇത് വാല്യൂ ആഡഡ് ടാക്സ് എന്നായിരുന്നു പേര്. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതിനെ എല്ലാം മിക്കവാറും എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് ഒറ്റ ടാക്സ് ആക്കി. അതിന്റെ പേരാണെന്ത്? GST. ഓക്കെ, അപ്പൊ ഈ GSTയുടെ ഇവിടെ ചോദ്യം, GST എത്ര സ്ലാബുകൾ ഉണ്ട്? അതായത് GST എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഒറ്റ ടാക്സ് മാത്രമാണോ, കുറെ ടാക്സുകൾ ഉണ്ടോ? അപ്പൊ എത്ര ടാക്സുകൾ ഉണ്ട്? അത് ഏതൊക്കെ ശതമാനമാണ് വരുന്നത്? ഓക്കെ, ഞാൻ ആരോടാണ് ഇപ്പൊ ചോദിക്കാനുള്ളത്? ഓക്കെ, സനീഷ്. സനീഷ് കേൾക്കണേ? എത്ര ടാക്സ് ഉണ്ട്? ഇനി ഐഡിയ? ടാക്സുകൾ നമ്മൾ അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നോക്കിയാൽ കാണാം. പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ടിക്കറ്റുകളോ ഒക്കെ നോക്കിയാൽ എല്ലാത്തിലും ഉണ്ടാവും GST. അല്ലെങ്കിൽ ഇപ്പൊ ഇൻഷുറൻസ് അടയ്ക്കുകയാണെങ്കിൽ ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ട് GST. അപ്പൊ അതിൽ ഏതൊക്കെ ശതമാനമാണ് ടാക്സുകൾ? ക്ലിയർ ആയിട്ട് അറിയില്ല സാർ. ഏതെങ്കിലും ഒരു സ്ലാബ് അറിയാമോ? ഏതെങ്കിലും സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര ശതമാനം ടാക്സ് ഞാൻ ഇത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അടച്ചിട്ടുണ്ട് എന്നുള്ളത്. 18%, 18%. എത്രയാണ്? 18% വരെ ടാക്സ് ഉണ്ട്. 18 ഉണ്ട്. ഓക്കെ, 18 എന്ന് പറയുന്ന ഒരു സ്ലാബ് ഉണ്ട്. ഓക്കെ, യെസ്, 18 ഉള്ളതാണ്. പിന്നെ വേറെ ഏതെങ്കിലും 18 പോലെ പിന്നെ ആരെങ്കിലും? ഓക്കെ, അപർണ, എനിവൺ? ഓക്കെ, ബാക്കിയുള്ളവര്? സർ 5%. ഏതാണ്? യെസ്, അപർണ ഏതായിരുന്നു പറഞ്ഞത്? 5%. 5%. ഓക്കെ, നീത്ത പറഞ്ഞത്? നീത്ത 5 തന്നെയാണോ പറഞ്ഞത്? 28. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ പറഞ്ഞത് മൂന്ന് ടാക്സുകൾ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അതായത് 5% പറഞ്ഞു, 18% പറഞ്ഞു, 28% പറഞ്ഞു. ഇത് മൂന്നും ഉണ്ട്. ഓക്കെ, മൂന്നും ഉണ്ട്. വേറെ ഏതെങ്കിലും? 12%. ഉണ്ടോ? ഏതാണ്? 0%. 0% ഉണ്ട്. കറക്റ്റ്. ഓക്കെ, അതായത് 0% വേണമെങ്കിൽ ചോദിക്കാം, ഒരു ടാക്സ് ആയിട്ട് പറയണോ എന്ന് ചോദിക്കാം. പക്ഷെ അതൊരു സ്ലാബ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. യെസ്, 0% ഉണ്ട്. ഓക്കെ, അപ്പൊ 0 ഉൾപ്പെടെയാണ് 5 ടൈപ്പ് ആണ് ഉള്ളത്. 5 ടൈപ്പ് സ്ലാബുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ അറിഞ്ഞിരിക്കണം. 0%, അതായത് GST എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ടാക്സ് മാത്രമാണോ? എല്ലാ പ്രൊഡക്റ്റിന്റെ മുകളിലും ഒറ്റ ടാക്സ് റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ 5 ടൈപ്പ് ടാക്സുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ 5 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 0% എന്ന് പറയുന്ന ടാക്സ് ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. അപ്പോൾ ഏറ്റവും മാക്സിമം ഉള്ളത് 28 ആണ്. അപ്പോൾ ഇത് എല്ലാ പ്രൊഡക്റ്റിന്റെ മുകളിലും വരില്ല. ഈ പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ 5 സ്ലാബുകളായി തിരിച്ചിട്ട് ഇതിന്റെ ചുവട്ടിലാണ് കൊണ്ടുവിട്ടിട്ടുള്ളത്. അതായത് 5 കോളംസ് ആണ്. 0% എന്ന് പറഞ്ഞിട്ടൊരു കോളം തയ്യാറാക്കിയിരിക്കുന്നു. പിന്നെ 5% ഒരു കോളം. എന്നിട്ട് ഓരോ പ്രൊഡക്റ്റുകളെയും ഓരോ കോളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു കാറ് വാങ്ങുന്നു. ഓക്കെ, ഇപ്പൊ കാറിന് 0% ആണോ വരിക, അതോ 12% ആണോ വരിക? ഏതിലായിരിക്കും കാറ് വരുന്നത്? 0% ആണോ 12% ആണോ? 12% ആയിരിക്കും. 12% ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം? അത് ലക്ഷറീസ് ആയിട്ട് ഒന്നുകൂടെ റേറ്റ് കൂടുതലായിട്ടുള്ളത് തന്നല്ലേ? യെസ്. ഓക്കെ, ലക്ഷറി ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് ഏതും ആയിക്കോട്ടെ, അതൊരു എന്തല്ല, വി കനോട്ട് കോൾ ഇറ്റ് ആസ് നെസസറി ഐറ്റം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ല. നെസസറി അല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ലക്ഷറി ആണ്. അപ്പൊ ലക്ഷറി ടാക്സ് എന്ന് എന്നാൽ അതിനെ വിളിക്കുന്നില്ല. അത് കുറച്ച് ടാക്സ് കൂട്ടി ഇട്ടിരിക്കും. ഞാൻ 12 എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ കാറിനും 12 അല്ല. അത് തന്നെ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ട്. 5 ലക്ഷം വരെയുള്ള കാറുകൾക്ക് ഒരു റേറ്റ്, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ളതിന് വേറെ റേറ്റ്, അങ്ങനെയുണ്ട്. ഓക്കെ, അത് സ്ലാബുകളിൽ കുറച്ച് വേറെയാണ് കിടക്കുന്നത്. എല്ലാ കാറുകളും ഒരേ ഇതിന്റെ കീഴിലല്ല കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഒരിക്കലും 0-യിൽ വരില്ല. ഓക്കെ, എന്നാൽ 0-യിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഉദാഹരണത്തിന് പച്ചക്കറി വാങ്ങുന്നു. ഇപ്പൊ നമ്മള് ഇത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ പച്ചക്കറി നമ്മള്
സാധാരണ ഒരു റോഡ് സൈഡിൽ വിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പച്ചക്കറി, അതായത് സാധാരണ ഒരു കടക്കാരന്റെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി പാക്ക്ഡ് ആയിട്ടുള്ള പച്ചക്കറികളുണ്ട്. ഓക്കെ, പാക്ക്ഡ് ആയിട്ട് ഉള്ള, ഇപ്പൊ അറിയാലോ നമ്മൾ ഇപ്പൊ ഗ്രീൻ പീസ് ഒക്കെ ആണെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരിക്കും, ഫ്രോസൺ ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അത് പാക്ക്ഡ് ആയിട്ടാണ് വരിക. എന്നാൽ നമ്മൾ ഗ്രീൻ പീസ് തന്നെ, നോർമൽ ഗ്രീൻ പീസ് എവിടെ നിന്ന് വാങ്ങാം? പച്ചക്കറി പോലെ വാങ്ങാനും സാധിക്കും. അപ്പൊ ഇതിൽ തന്നെ രണ്ടിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കാരണം പാക്ക്ഡ് ഐറ്റംസ് ആണെങ്കിൽ അതെന്തായി? അതൊരു പ്രൊഡക്റ്റ് ആയി. സോ പാക്ക്ഡ് ഐറ്റംസിന് എന്ത് കൂടും? ടാക്സ് വരും. സാധാരണ പച്ചക്കറികൾ വാങ്ങുകയാണെങ്കിൽ അതിന് എന്തില്ല? പച്ചക്കറികൾക്ക് ടാക്സ് ഇല്ല. ഓക്കെ, ഒരു പച്ചക്കറിക്കും നമ്മൾ ടാക്സ് ഈടാക്കുന്നില്ല അതിൽ. അത് പച്ചക്കറി ഓരോ ദിവസവും അതുകൊണ്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ മാറും. ഇന്ന് ഒരു സാധനത്തിന് ഉള്ളിക്ക് വില ഇത്രയാണെങ്കിൽ നാളെ വേറെ ആയിരിക്കും. സോ ഓൾമോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ടാക്സ് ഒന്നും ഇല്ല അതിന്റെ മുകളിൽ. അപ്പൊ ആ വില അതുകൊണ്ടാണ് പല സ്ഥലത്തും പല വിലകൾ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളുണ്ട്, അതാണ് 0% വരിക. എന്നാൽ അത് നെസസറി ഐറ്റംസ് ആണ്, ഏറ്റവും ആവശ്യമുള്ളതാണ്. പിന്നെ നെസസറി ഐറ്റംസ് എല്ലാം 5% വരും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും ഈ 5%-ലും 12%-ലൊക്കെ കിടക്കുന്നുണ്ടാവുക. പിന്നെ വളരെ വില കൂടിയ സാധനങ്ങൾ 28%-ൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പൊ GST കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ GST എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. GST-യിൽ ഉൾപ്പെടുത്താത്ത ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ പെട്ട പ്രധാനപ്പെട്ട 2 എണ്ണമാണ്. ഒന്ന് ലിക്കറും വേറൊന്ന് പെട്രോളും. സോ പെട്രോൾ ആൻഡ് ലിക്കർ ഇത് രണ്ടും ഇപ്പോഴും GST എന്ന് പറയുന്ന ടാക്സേഷന്റെ പരിധിയിൽ ഇല്ല. ഗോൾഡ് എന്ന് പറയുന്നതിന് 3% ടാക്സേഷൻ വെച്ചിട്ടുള്ളത്. അതായത് ഈ സ്ലാബുകളിലൊന്നുമല്ല, ഗോൾഡിന് വേറൊരു പ്രൈസിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3%. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ 5% ടാക്സ് എന്ന് പറഞ്ഞാൽ 5%വും ഒരു ഗവൺമെന്റിനല്ല പോകുന്നത്. ഈ ടാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഈക്വൽ ആയിട്ടാണ്. ഇപ്പോൾ ഒരു 100 രൂപയുടെ ഒരു സാധനത്തിന് 5% ടാക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ 100 × 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 100 രൂപയുടെ മുകളിൽ 5% ടാക്സ് ആണെങ്കിൽ എത്ര വരും? 5 രൂപ. ഓക്കെ, ഞാൻ തന്നെ പറയാം, 5 രൂപ. അപ്പോൾ 105 രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 100 + 5 രൂപ ടാക്സും കൂട്ടി നമ്മൾ കൊടുക്കുന്നത് 105 രൂപ. അപ്പോൾ ഇതിൽ ഈ 5 രൂപ എന്ന് പറയുന്ന ടാക്സ് ഗവൺമെന്റിലേക്ക് പോവും. അത് പോകുന്നത് 2.5 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും 2.5 രൂപ സെൻട്രൽ ഗവൺമെന്റിനാണ് പോവുക. അങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 5%-ൽ കൃത്യമായിട്ട് സ്റ്റേറ്റിനും സെൻട്രലിനും പോവും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുള്ള ഗുണം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് നല്ലപോലെ സെയിലുള്ള സ്റ്റേറ്റ്സ് ആണെങ്കിൽ, അതായത് സെയിലിംഗ് കൺസ്യൂമബിൾ സ്റ്റേറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവ്, പ്രൊഡക്ഷൻ അല്ല സെയിൽസ് കൂടുതലുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ എന്ത് കിട്ടും? ഈ പറയുന്ന സെയിൽസിന്റെ വിഹിതം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുണം കേരളത്തിനുണ്ട്. കേരളത്തിൽ സെയിൽസ് ഉണ്ട്. പക്ഷെ രണ്ടുമുള്ള സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയൊക്കെ ആണെങ്കിൽ പ്രൊഡക്റ്റീവ് സ്റ്റേറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള സ്റ്റേറ്റ് ആണ്. ആൻഡ് പ്ലസ് അവിടെ എന്തുണ്ട്? സെയിലും ഉണ്ട്. രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ സെയില് മാത്രമുള്ള സ്റ്റേറ്റിനും ലാഭമാണ്. പ്രൊഡക്ഷൻ കൂടിയ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അവിടെ ടാക്സേഷൻ നടക്കുന്നില്ല. കാരണം അവർ ആ സാധനം ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എവിടെയാണോ അത് വിൽക്കപ്പെടുന്നത് ആ പോയിന്റിലാണ് അവിടെ എന്ത് വരുന്നത്? ടാക്സ് വരുന്നത്. അതാണ് പോയിന്റ് ഓഫ് സെയിൽ എന്നാണ് വിളിക്കുക. എവിടെയാണോ സെയിൽ നടത്തപ്പെടുന്നത് അവിടെയാണ് ഈ ടാക്സേഷൻ ചുമത്തപ്പെടുക. ഇവിടെ പ്രത്യേകത പക്ഷെ ഓരോ സ്റ്റേജിലും ചുമത്തപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും നല്ലൊരു ശതമാനവും വരുന്നത് ലാസ്റ്റ് പോർഷനുകളിലായിരിക്കും ടാക്സേഷൻ വരിക. അതാണ് അതിന്റെ ലാഭം. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ പ്രത്യേകത ഇത് എന്താണ്? ജൂലൈ 1 ആണ് നിലവിൽ വന്നത് 2017. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. സോ ഇവിടെ ഈ പോയിന്റ് ഇവിടെ പറയാൻ കാരണം ഈ ഒരു പോയിന്റ് ആണ്. അതായത് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് collections as a percentage of gross domestic product has reached pre-GST level. Finance Minister Nirmala Sitharaman said the monthly gross GST collection have been picking pace, recently grossing landmark of 2 lakh crore as per monthly data April. Okay, അതായത് GST collection കൂടി. GST collection 2 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏത് സ്റ്റേജിലേക്ക് എത്തി? ഇപ്പോൾ the goods and service tax collection as a percentage of GDP have reached pre-GST level എന്നാണ് പറയുന്നത്. അതായത് GST ഉണ്ടായിരുന്ന സമയത്തെ വരുമാനം എത്രയായിരുന്നു ആ ലെവലിലേക്ക് GDP എത്തി എന്നാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം GST വന്നതിന് ശേഷം പലരും ഉന്നയിക്കുന്ന ഇഷ്യൂ ആണ്. GST വന്നതിന് ശേഷം കച്ചവടത്തിൽ വന്ന പ്രശ്നങ്ങളും
ടാക്സേഷൻ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ടാക്സേഷൻ എപ്പോഴും എന്തായിട്ടില്ല, ഏകീകരിക്കപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളിലും ഒരു ഇംബാലൻസിങ് ഉണ്ട്, ബാലൻസിങ് അല്ല. അപ്പോൾ അവിടെ പറയപ്പെടുന്നത് മുൻപ് നല്ല വരുമാനം ടാക്സും ഒക്കെ കളക്ട് ചെയ്തിരുന്നു. GST വന്നതോടുകൂടി എന്തായി, ടാക്സേഷൻ ആകെ കുളമായി, പ്രശ്നത്തിലായി, കച്ചവടത്തിനെ ബാധിച്ചു. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അതാണ് പറയുന്നത്, മുൻപ് പ്രീ GST പീരീഡ്, GST 2017 ജൂലൈ 1 വരുന്നതിന് മുമ്പ് എന്തായിരുന്നോ സ്ഥിതി, അന്നത്തെ GDP റേറ്റ് അല്ലെങ്കിൽ വളർച്ച എന്തായിരുന്നോ ആ ലെവലിലേക്ക് ഇപ്പോൾ എന്തായി എത്തിയിട്ടുണ്ട്. സോ അതായത് കളക്ഷൻ അപ്പോൾ നോർമലായി, ഇപ്പോൾ ഏകദേശം പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ എത്തി എന്ന് പറഞ്ഞാൽ GSTയുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ ബെനിഫിറ്റ്സ് ഓഫ് GST ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് GST വന്നതിന് ശേഷം ഒരുപാട് കച്ചവടം ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടാക്സേഷൻ, അത് തന്നെയാണ്. ഇപ്പൊ ടാക്സേഷന്റെ ഇഷ്യൂസ് ഒരു പരിധി വരെ കുറയ്ക്കാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റുകളെ, എല്ലാ പ്രൊഡക്റ്റിനും ഒരേ ടാക്സ് അല്ല, അപ്പോൾ ഉപയോഗത്തിനനുസരിച്ച് ടാക്സ് ചുമത്തുന്ന രീതിയായി. പിന്നെ കളക്ഷൻ ഓഫ് ടാക്സ് ഒരുപാട് കൂടി എന്നുള്ള ഗുണമുണ്ട്. പിന്നെ ഒരുപാട് മേഖലകളിൽ നികുതി വെട്ടിപ്പ്, ടാക്സ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഒരു പരിധി വരെ തടയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതേപോലെ ഇതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂ എന്ന് പറയുന്നത് ഇതേപോലെ ഇതിന്റെ കോംപ്ലക്സിറ്റി ആണ്. അത് പലർക്കും ഇപ്പോഴും GST എങ്ങനെ അടയ്ക്കണം അതിനെക്കുറിച്ച് കൃത്യത ചില കേസുകളിൽ ചില പ്രൊഡക്റ്റിനില്ല. അതൊരു ഇഷ്യൂ ആണ്. സോ അത് പതുക്കെ അത് കറക്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇപ്പോഴത്തെ രീതിയിലുള്ള എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കാരണം ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, അതിനെ ചിലപ്പോൾ എന്ത് ചെയ്യും, 18% എന്ന് പറയുന്ന ടാക്സേഷനിൽ കൊണ്ടുപോയി ഇടും. ഇത് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാവും, അതായത് GST കൗൺസിൽ മീറ്റിംഗ് എന്ന് പറയുന്ന മീറ്റിംഗ് ഉണ്ടായിരിക്കും. GST കൗൺസിലിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമൻ ആണിപ്പോൾ. അപ്പോൾ ആ മീറ്റിംഗിൽ എല്ലാ ഫിനാൻസ് മിനിസ്റ്റേഴ്സും പങ്കെടുക്കും. എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് പങ്കെടുക്കും. എന്നിട്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഈ ടാക്സേഷൻ ഒക്കെ മാറ്റുന്നത്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഇവർ മാറിപ്പോയിന്ന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചില പ്രൊഡക്റ്റുകൾ ടാക്സേഷൻ കൂടിയ സ്ലാബിലിടും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ്, ഇപ്പൊ എന്താണ്, ഇപ്പോൾ പഞ്ചസാര എന്ന് വിചാരിക്കുക. അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം 18% ഇട്ടു എങ്കിൽ അതിന്റെ വില എന്താവും, കൂടും. ഓക്കെ, സാധാരണയിൽ പെട്ടെന്ന് തന്നെ അതിന്റെ വില വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഇഷ്യൂ വരും. അപ്പൊ പിന്നത്തെ മീറ്റിംഗ് ആയപ്പോഴേക്കും ആ 18 എടുത്ത് എന്ത് ചെയ്തു, അതിനെ വീണ്ടും 5 എത്തിച്ചു. 5 മതി, 5 ടാക്സിലാണ് പഞ്ചസാര കിടക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ചില കേസുകളിൽ ഗുണമുണ്ട്, ചിലതിൽ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പ് പോലെയുള്ള ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളാണെങ്കിൽ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് പലതിനും വില കൂടിയിട്ടുണ്ട്. അതായത് മുൻപുണ്ടായതിനേക്കാൾ പെട്ടെന്ന് കൂടി. കാരണം GST സ്ലാബ് അവിടെ എന്ത് ചെയ്തു, ഒന്ന് മാറ്റി. അപ്പൊ സ്ലാബ് മാറ്റിയപ്പോൾ ലാപ്ടോപ്പിനൊക്കെ വില കുറച്ച് വർദ്ധിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം. അപ്പൊ അത് കണ്ടീഷൻ ഓഫ് ദ മാർക്കറ്റ് നോക്കിയിട്ടാണ് ഗവൺമെന്റും GST കൗൺസിലും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ മിനറൽസ്. ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഇതുപോലെ പറഞ്ഞിരുന്നു. ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ള ടോപ്പിക് അതിലുണ്ടായിരുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മിനറൽസിനെ കുറിച്ചാണ്. ജാർഖണ്ഡിലെ ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ള കാരണം, ഇന്ത്യ ഹാസ് റീച്ച്ഡ് ഔട്ട് ടു കീ ക്രിട്ടിക്കൽ മിനറൽ പ്രൊഡ്യൂസേഴ്സ് ടു bring in processing technology into the country. The move comes close on the back of the government rolling out auctions of critical mineral mines എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളെ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യ റീച്ച്ഡ് ഔട്ട് ദ കീ ക്രിട്ടിക്കൽ മിനറൽ പ്രൊഡ്യൂസേഴ്സ് ഓൺ ബ്രിങ് ഇൻ പ്രോസസിംഗ് ടെക്നോളജി ടു ദ കൺട്രി. കാരണം അവരെ ഇന്ത്യയിലേക്ക് വിളിക്കാനുള്ള കാരണം, ഇപ്പോൾ ഇന്ത്യയിൽ ഈ ക്രിട്ടിക്കൽ മിനറൽസ് മൈൻ ചെയ്തെടുക്കാൻ, കുഴിച്ചെടുക്കാനുള്ള ടെക്നോളജി ഇല്ല. അപ്പോൾ ഈ ടെക്നോളജി എവിടെ നിന്ന് കിട്ടുള്ളൂ, പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ വന്നാലേ കിട്ടൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം, അവർ ടെക്നോളജിയും കൊണ്ടുവരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജാപ്പനീസ് ടെക്നോളജി
മെട്രോ, ഇന്ത്യയിൽ മെട്രോ റെയിൽവേസ് പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ സ്പീഡ്, അതായത് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിൻ സംവിധാനം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം നിർമ്മിക്കുന്നതൊക്കെ ജപ്പാന്റെ ടെക്നോളജിയിലാണ്. ജപ്പാൻ ടെക്നോളജിയിൽ എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെക്നോളജി പ്രത്യേകം കൊണ്ടുവരേണ്ട, അത് ജപ്പാൻ കൊണ്ടുവന്നോളും. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ടെക്നോളജി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. അതിനെയാണ് പേറ്റന്റഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന രാജ്യം ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. കാരണം അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേറ്റന്റ്സ് ആൻഡ് കോപ്പിറൈറ്റ്സ് എന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയാണ്. എത്രയോ ഉണ്ട്. ലോകത്തിലെ നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങളുടെയും കോപ്പിറൈറ്റ് ഇരിക്കുന്ന അമേരിക്കയിലാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ, നമ്മൾ ഉപയോഗിക്കുന്ന സൂം, ഏതും ആയിക്കോട്ടെ, അതായത് ഈ കമ്പനികളെല്ലാം അമേരിക്കനാണ്. പ്ലസ് അമേരിക്കയുടെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം തന്നെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അതായത് അതിനുള്ള പണം കൊടുത്താലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലൂടെയാണ്. അതായത് ഇന്റർനെറ്റ് നമുക്ക് നൽകുന്ന ഏതാണോ, ഇപ്പൊ കേരള വിഷനോ അല്ലെങ്കിൽ ഏതാണോ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അവരിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ അവരിലൂടെ കൊടുക്കുമ്പോൾ ഇതെല്ലാം ആരിലേക്ക് പോകുന്നുണ്ട്? ഇതിന്റെ ചെറിയ വിഹിതങ്ങളാണ് അമേരിക്കയ്ക്ക് കിട്ടുന്നത്. അപ്പൊ അമേരിക്ക ഓരോ സെക്കൻഡിലും സത്യത്തിൽ എന്ത് ടെക്നോളജിയുടെ ഗുണമാണ്? അവരുണ്ടാക്കി വെച്ച ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി ലോകത്തിനായിട്ട് അവര് കൊമേഴ്ഷ്യലി കൊടുത്തു. അത് കൊടുത്തപ്പോൾ അവർ കാശുണ്ടാക്കുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. സോ ഇവിടെ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് ഇതാണ്. ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള രാജ്യങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിലൂടെ വി ആർ യൂസിങ് ദ ടെക്നോളജി. അപ്പൊ അങ്ങനെ ആ മേഖലയിൽ എന്ത് ചെയ്യാം? മിനറൽ കൂടുതൽ നമുക്ക് എടുക്കാം, മൈൻ ചെയ്തെടുക്കാം, അതിനെ പ്രോസസ്സ് ചെയ്യാം. ഇതിനെല്ലാമുള്ള ടെക്നോളജി പുറത്തു നിന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതിലേക്ക് ഇന്ത്യയും ഇപ്പൊ അടുത്ത് ഇറങ്ങി എന്നാണ് പറയുന്നത്. സോ ക്രിട്ടിക്കൽ മിനറൽസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ആന്റിമണി, ബെറിലിയം, അതുപോലെ ബിസ്മത്ത്, കൊബാൾട്ട്, കോപ്പർ എക്സിട്ര. ഫോർ ഇന്ത്യ മേജർ ഇമ്പോർട്ട് സോഴ്സസ് ഓഫ് കൊബാൾട്ട് ആർ ചൈന, USA ആൻഡ് ജപ്പാൻ. ലിഥിയം ഫ്രം ചിലി, റഷ്യ ആൻഡ് ചൈന. നിക്കൽ ഫ്രം സ്വീഡൻ, ചൈന. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഇതിലൊക്കെ ചൈന ഒരു മെയിൻ പാർട്ടാണ്. ചൈന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് ആണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. സോ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡോക്യുമെന്റ് നോക്കാം. ഓക്കെ, ഇതിലെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ കുറച്ച് ഈസി ടോപ്പിക്സ് ആണ്. ബട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കുകൂടി ചെയ്യുക. ഓക്കെ, ഓൾറെഡി വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം നമുക്ക് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആൻഡ് പ്ലസ് നമ്മൾ അതിന് എക്സ്ട്രാ പോയിന്റ്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞ ഒരു പോർട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് ചബഹാർ പോർട്ടിന് ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഇന്ത്യ നിർമ്മിച്ച പോർട്ടാണിത്. ഇത് ഇറാനിലുള്ള ഒരു പോർട്ടാണ്. അപ്പോൾ ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ഒരു പോർട്ട് പ്ലസ് ഇന്ത്യ ഇത് എന്ത് ചെയ്തിരിക്കുന്നു? ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ ഇറാന്റെ ക്യാപിറ്റൽ ഏതാണ്? അപർണ? ഓക്കെ, ഞാൻ അപർണയോട് ചോദിച്ചിരുന്നു തോന്നുന്നല്ലേ. ഓക്കെ, വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഓക്കെ, കൃഷ്ണപ്രിയ, ഇറാന്റെ ക്യാപിറ്റൽ? ഓക്കെ, എനിവൺ ക്യാൻ? നിങ്ങൾക്ക് ആർക്കും ആൻസർ ചെയ്യാം. ഞാൻ ഒരാളോടായിട്ട്, പിന്നെ ആരും പറയാത്തത് കാരണം ഒരാളോട് ചോദിച്ചു എന്ന് മാത്രം. ഇറാന്റെ ക്യാപിറ്റൽ? എനിവൺ? സൂരജ്? ടെഹ്റാനാണോ? യെസ്, ഓക്കെ, യെസ്, കറക്റ്റ് ദേവിക. ഓക്കെ, ടെഹ്റാൻ ആണ്, ടെഹ്റാൻ. സോ ഇറാന്റെ ക്യാപിറ്റൽ ടെഹ്റാൻ എന്ന് പറയുന്ന സിറ്റിയാണ്. അപ്പോൾ ഇറാന്റെ ടെഹ്റാൻ ഇറാൻ ഇറ്റ്സ് എ ലാർജ് കൺട്രി, ഒരു വലിയ രാജ്യമാണ്. കോസ്റ്റ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രത്യേകത, ഇറാൻ ഓൾമോസ്റ്റ് ഒരു നല്ല ജോഗ്രഫിക്കലി വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ ഇറാൻ പൊതുവെ എന്താണ് അമേരിക്കയുമായിട്ടും ഒക്കെ ഉള്ള ഇഷ്യൂസ് കാരണം നമ്പർ ഓഫ് ഇറ്റ്സ് ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് പറയാം. പല കേസുകളിലും ഇറാനെ എന്ത് ചെയ്തിരിക്കുകയാണ്? തടഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്.
പക്ഷെ അത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. എല്ലാ കണ്ടീഷനുകളുള്ള രാജ്യം എന്ന് പറയാം. കാരണം കോസ്റ്റ് ലൈൻ, കടൽ തീരമുണ്ട്, മരുഭൂമിയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ് ഉള്ള ഐസ്ബർഗുകൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്, വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയകളുണ്ട്. അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്ലൈമറ്റ് കണ്ടീഷനുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യക്ക് വളരെ വർഷങ്ങളുടെ ഒരു ടൈപ്പ് ഉണ്ട്. കൾച്ചറലി ഉള്ള ടൈപ്പുകളുണ്ട്. കാരണം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വിഭാഗമാണ് പാഴ്സീസ് എന്ന് പറയുന്നത്. സോ ഇറാനിൽ ഫോം ചെയ്ത ഒരു റിലീജിയനാണ് സൊറാഷ്ട്രിയനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൊറാഷ്ട്രിയൻസ് എന്ന് പറയുന്ന വിഭാഗമാണ് പാഴ്സീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവര് സ്വരാഷ്ട്രമതം ഇന്ത്യയിലേക്ക് വന്ന പേർഷ്യ എന്നുള്ള പേരിലാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഇറാന്റെ പഴയ പേരാണ് പേർഷ്യ. അപ്പോൾ പേർഷ്യയിൽ നിന്ന് വന്നവർ എന്ന മീനിങ്ങിലാണ് അവരെ പാഴ്സീസ് എന്ന് വിളിച്ചത്. സോ ദേ സെറ്റിൽഡ് ഇൻ ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. അപ്പോൾ പാഴ്സീസ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ജനങ്ങളാണ്. അവര് പോപ്പുലേഷൻ വൈസ് വളരെ കുറവാണ് ഇപ്പോൾ, എങ്കിലും അവർ വളരെയധികം ഇന്ത്യയുടെ ഡെവലപ്മെന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഒരു പാഴ്സി ഫാമിലിയാണ് ടാറ്റ, ഗോദ്രേജ്. സോ അങ്ങനെ ഒരുപാട് ഫാമിലികളുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ ഇവിടെ പ്രത്യേകത, ഇറാൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറലി ഇന്ത്യയുമായിട്ട് ലിങ്കേജ് ഉള്ള രാജ്യമാണ്. അപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ടൈപ്പ് ഉള്ള രാജ്യമാണ്. ഇറാന്റെ പോർട്ട് ഇന്ത്യ പണിതിട്ടുണ്ട്, അതിന്റെ പേരാണ് ചബഹാർ പോർട്ട്. ഇതുപോലെ പാകിസ്ഥാനിൽ ഇതിനെ പോലെ തന്നെ പാകിസ്ഥാനിൽ ചൈന ഒരു പോർട്ട് പണിതിട്ടുണ്ട്, അതിന്റെ പേരാണ് ഗ്വാദ്വാർ പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആ പോർട്ടിന് എന്താണ് കോമ്പറ്റീഷൻ പോലെ എന്ന് പറയാം, ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ചബഹാർ. അപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു പോർട്ട് യൂസ് ചെയ്യാനും അധികാരം വാങ്ങിയിട്ടുണ്ട്. ബട്ട് ഇന്ത്യ ചെയ്തത് ഈ പോർട്ട് നിർമ്മാണം കഴിഞ്ഞിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്നാൽ പാകിസ്ഥാനിലെ ഗ്വാദ്വാർ പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ചൈന തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ചൈനയുടെ കമ്പനികളാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. സോ ആ പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ന്യൂസിൽ ഇത് വരാൻ കാരണം ഇന്ത്യ ആൻഡ് ഇറാൻ സൈൻഡ് എ 10-year കോൺട്രാക്ട് ഓൺ മൺഡേ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ടെർമിനൽ അറ്റ് ദ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ചബഹാർ പോർട്ട് ഇൻ ഇറാൻ. ഓക്കെ, അതായത് അവിടെ ഒരു പോർട്ട് ഇത് തുടങ്ങിയതിൻ്റെയാണ്, ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തതിൻ്റെ. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 55 Cancri E. അതായത് ഒരു ഇറ്റ്സ് എ തിക്ക് അറ്റ്മോസ്ഫിയർ ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് അറൌണ്ട് ദ പ്ലാനറ്റ്സ് ദാറ്റ് ട്വൈസ് ദ ബിഗസ്റ്റ് എർത്ത് ഇൻ എ നിയർ ബൈ സോളാർ സിസ്റ്റം. അതിന് കൊടുത്തിരിക്കുന്ന പേരാണിത്. അപ്പോൾ സോളാർ സിസ്റ്റത്തിൽ ഡിറ്റക്ട് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറിന്റെ പേരാണ് തിക്ക് അറ്റ്മോസ്ഫിയർ ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് അറൌണ്ട് ദ പ്ലാനറ്റ് ദാറ്റ് ട്വൈസ് ആസ് ബിഗ് ആസ് എർത്ത് എന്നാണ് പറയുന്നത്. ഇത് ഭൂമിയേക്കാൾ ഇരട്ടി വലുപ്പമുള്ള അറ്റ്മോസ്ഫിയർ. സോ ഓക്കെ, അതിന്റെ പേരാണത്, വേറെ അതിന് പ്രത്യേകതയൊന്നുമില്ല. സൂപ്പർ എർത്ത് അതിന് വിളിച്ച വേറൊരു പേരാണ് സൂപ്പർ എർത്ത്. അപ്പോൾ ഇതിനെ വേറെയും പേരുകൾ പറയുന്നുണ്ട്. 55 Cancri എന്നുള്ളതിന് ഒപ്പം തന്നെ ഓൾസോ നോൺ ആസ് ജാൻസൺ ഈസ് ആൻ എക്സ് പ്ലാനറ്റ് ദാറ്റ് ഓർബിറ്റ്സ് എ സൺ ലൈക്ക് ഹോട്ട് സ്റ്റാർ. അപ്പോൾ ഇവിടെ പറയുന്നത് അത്രേ ഉള്ളൂ. ഇത് പുതിയതായിട്ട് കണ്ടെത്തപ്പെട്ട ഒരു പ്ലേസിന്റെ പേരാണ് സൂപ്പർ എർത്ത് എന്നതിന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് IVRS. ഓക്കെ, IVRS എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേം ആണ് IVRS എന്ന് പറയുന്നത്. അതായത് ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. IVRS നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ചില കോൺസെപ്റ്റുകൾക്ക് വിളിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്യാസ് ബുക്കിംഗ്, അല്ലെങ്കിൽ എല്ലാത്തിനും ഇല്ല, ചില കോൺസെപ്റ്റുകൾക്ക് IVRS ഉണ്ട്. അപ്പോൾ ഗ്യാസ് ബുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നു. ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ നേരിട്ട് ഫോൺ എടുക്കില്ല. ആദ്യം എടുക്കുക ഒരു ബോട്ട് പോലെയുള്ള സംവിധാനമാണ്. അതായത് നിങ്ങൾക്ക് ഏത് ഭാഷയാണ് വേണ്ടത്, അപ്പോൾ ആ ഭാഷ തിരഞ്ഞെടുക്കുക എന്ന് പറയും. സോ അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഓരോ ഇൻഫർമേഷൻ നൽകും. അപ്പോൾ അതിനനുസരിച്ച് +1 +2 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് IVRS എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ പ്രത്യേകത അതാണ്, ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഇന്ററാക്റ്റീവ് എന്ന് പറയാൻ കാരണം അത് ഒരു ബോട്ട് ആണ്. ആക്ച്വലി അതൊരു ബോട്ട് സിസ്റ്റം വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനനുസരിച്ച് അത് റെസ്പോണ്ട് നൽകുന്ന രീതിയാണ്, വോയിസ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ വോയിസ് റെസ്പോൺസ് കേട്ടിട്ടുണ്ടോ, കമ്പ്യൂട്ടറാണ് സംസാരിക്കുക എന്നൊക്കെ പറയും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ബോട്ട് സംവിധാനമാണ്. സോ ഇവിടെ എഴുതിയിട്ടുള്ളത്, റീസെന്റ് voters are receiving interactive voice response system calls every day and they want the Election Commission of India should
order an enquiry as to how the service providers of various telecom from shared our mobile phone numbers with the political parties. So ഇത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇത് വരാൻ കാരണം election time ആണ്. election ടൈമിലൊക്കെ IVRS സംവിധാനത്തിലൂടെ നമുക്ക് നമ്മളെ ആര് വിളിക്കും? മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ആരാണ് ഇലക്ഷൻ മത്സരിച്ചത് ആ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് വിളിക്കും, എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ശരിക്കും അയാൾ വിളിക്കുന്നതല്ല, പക്ഷെ അയാളുടെ വോയിസ് റെക്കോർഡർ IVRS പോലെ വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഉള്ള ഇഷ്യൂ ഇത് നമ്മളുടെ നമ്പറിലേക്ക് ഇലക്ഷൻ കമ്മീഷന് പോയിട്ടുള്ള കംപ്ലൈന്റ് ആണത്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ദ കോൾ വിച്ച് വയലേറ്റ് ദ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ട്രായ് എന്ന് പറയുന്ന ഇന്ത്യയില് എല്ലാ ഫോണുകളെയും നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ട്രായ്. അപ്പൊ അവരുടെ ഒരു ആക്ട് ആണ് ട്രായ് ആക്ട് 1997. അപ്പൊ അതിന്റെ വയലേഷൻ ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ലാക്സ് ഓഫ് വോട്ടേഴ്സ് ആർ അഫക്റ്റഡ് ഡെയിലി ബൈ these IVRS calls. It is essential for election commission to address the issue properly to protect voters' privacy and ensure the fair electoral process എന്നാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഫോണിൽ പ്രത്യേകിച്ച് വോട്ടേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടാവും ഇലക്ഷൻ ടൈമിൽ. അപ്പോൾ വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇന്നയാൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. ഇതിൽ IVRS എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിലെ സെക്യൂരിറ്റി ഇഷ്യൂസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. IVRS ഇങ്ങനെ നമ്മളെ ഓരോരുത്തരും വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്, നമ്മളുടെ പ്രൈവസി ഇഷ്യൂ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓക്കെ പിന്നെ എഴുതിയിട്ടുള്ള നമ്മൾ ഈ IVRSന്റെ ബാക്കി കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതെല്ലാം അതിന്റെ സിമ്പിൾ കാര്യങ്ങൾ തന്നെ, അല്ലാതെ അതിൽ എക്സ്പ്ലനേഷനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് IVRS എന്താണെന്നും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയുന്ന കുറച്ച് കാര്യമാണ്. അതായത് ഇത്തരം കോളുകൾ വന്നാലുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വന്നാലുള്ള ഗുണങ്ങൾ, IVRSന്റെ ഗുണങ്ങൾ. സോ ഇതൊക്കെ ഗുണമുണ്ട്, എല്ലാം ദോഷമല്ല, ഗുണങ്ങളുണ്ട്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇത് 2019 ഒരു പുതിയ ആക്ട് വന്നു. ഞാൻ ഇതിന്റെ ബ്രീഫായിട്ടുള്ള ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ബ്രീഫായിട്ട് പറയാണ്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് 1986 CPA 1986. അപ്പോൾ അതില് അന്നുണ്ടായിരുന്ന കൺസ്യൂമർ അല്ല ഇന്നത്തെ കൺസ്യൂമർ. കാരണം കൺസ്യൂമർ എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ മാറി, ഇന്നത്തെ കൺസ്യൂമറിന്റെ കോൺസെപ്റ്റുകൾ മാറി. അപ്പോൾ ലെറ്റ് ദ കൺസ്യൂമർ ബയർ ബിവെയർ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ കാലങ്ങളിൽ പറഞ്ഞത് വാങ്ങിക്കുന്ന വ്യക്തി എന്തായിരിക്കുക, ജാഗരൂകരായിരിക്കുക. അതായത് ജാഗോ ഗ്രാഹക് ജാഗോ എന്നുള്ള ഒരു കോൺസെപ്റ്റില് കൺസ്യൂമേഴ്സിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ജാഗോ ഗ്രാഹക് ജാഗോ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ ബയർ ബിവെയർ. സോ വാങ്ങുന്ന ആള് എപ്പോഴും എന്തായിരിക്കുക, അതായത് കൺസ്യൂമർ. നമ്മളൊരു സാധനത്തിൽ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ആര് തന്നെ അവെയർ ആയിരിക്കുക, കൺസ്യൂമർ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ അത് മാറി, ലെറ്റ് ദ സെല്ലർ ബി അവെയർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറുകയാണ് ഇപ്പോൾ 2019 ആക്ട് വരുമ്പോൾ. കാരണം സെല്ലറും ഇതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്യൂമറിനെ പറ്റിക്കാൻ അങ്ങനെ പറ്റില്ല എന്നുള്ള കോൺസെപ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഇതിൽ നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന്, പ്രധാനമായിട്ട് ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡിഫൈനിങ് ദ ഇ-കൊമേഴ്സ്. അതായത് 2019 ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുമ്പോൾ കൺസ്യൂമർ എന്നുള്ള കോൺസെപ്റ്റിൽ ഇ-കൊമേഴ്സ് വരും. നമ്മൾ ഓൺലൈൻ ബൈയിങ് ആൻഡ് പർച്ചേസിങ് ഒക്കെ വരും. അപ്പോൾ മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ആമസോൺ വഴി വാങ്ങുന്ന സാധനങ്ങൾക്ക് എന്തുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, കൺസ്യൂമർ കോർട്ട് വഴി പോകാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് പോയാൽ എന്ത് കിട്ടും, കോടതി വഴി നമുക്ക് വിധി കിട്ടും. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഇ-കൊമേഴ്സിന് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. നമുക്ക് ഓർഡർ ചെയ്തതിന് തെളിവുണ്ട്, നമ്മളുടെ കയ്യിൽ ബില്ലുണ്ട്. ആൻഡ് ഇതെല്ലാം സൂക്ഷിക്കണം എന്ന് മാത്രം. നമ്മൾ ചെയ്ത ഓർഡറിനും എല്ലാത്തിനും കോൺസെപ്റ്റുകൾ വേണം. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഇതാണ്, വന്നത് വേറെ ഐറ്റം ആണെങ്കിൽ അതും ഇതെല്ലാം ഇതിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഇഷ്യൂ എല്ലാം ഇതിൽ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. സോ വേറൊന്ന്, അൺഫെയർ കോൺട്രാക്ട്. അതായത് ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്ലേസ് ഓഫ് ഫയലിംഗ് കംപ്ലൈന്റ്, എവിടെ കംപ്ലൈന്റ് ചെയ്യാം. അപ്പോൾ അത് മുമ്പുണ്ടായിരുന്നത് എവിടെയാണോ വേർ ദ ഓപ്പോസിറ്റ് പാർട്ടി ഹാസ് ഓഫീസ് എന്നുള്ളതായിരുന്നു പ്രത്യേകത. അപ്പോൾ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പോ പറയുന്നത് കംപ്ലൈന്റ് ഇൻ ദ ഏരിയ വെയർ ഹി ഓർ ഷി ഓർ ദ പേഴ്സൺ റിസൈഡ്സ്. മുമ്പത്തെ കേസിൽ അതായിരുന്നു, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും,
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന കോടതിയിൽ മാത്രം കേസ്, അതായത് എവിടെയാണോ ഈ സാധനം വിൽക്കുന്ന ആളുടെ കട അവിടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുണ്ടായിരുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ഈ പറഞ്ഞ അമെന്റ്മെന്റിൽ വന്നിട്ടുള്ള മാറ്റം അതാണ്. നിങ്ങൾക്ക് എവിടെയും കൊടുക്കാം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും അയാൾക്കെതിരെ കേസ് കൊടുക്കാം. ദെൻ റീനെയിമിംഗ് ഓഫ് ദ ഫോറം. ഇപ്പോൾ പുതിയതായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ മുമ്പ് ഉണ്ടായിരുന്ന ഫോറം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടായിരുന്ന കോടതികൾ പോലെയുള്ള സംവിധാനമുണ്ട്. അതിന്റെ പേരിൽ മാറ്റം വന്നു, കമ്മീഷൻ എന്നാക്കിയിട്ടുണ്ട്. അതായത് നാഷണൽ ലെവൽ ആസ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ ജൂറിസ്ഡിക്ഷൻ നോക്കാം. അതായത് ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒന്നാണ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. അപ്പോൾ മുൻപുണ്ടായിരുന്നതിൽ ഇല്ലാതിരുന്നതും ഇപ്പോൾ ഉള്ളതുമായ ഒരു സംഭവമാണ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കാണിക്കുക. നമ്മളൊരു ഓൺലൈനിലായാലും എവിടെയായാലും ഒരു സാധനം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലൈന്റ് ചെയ്യാം. അതിന് ഒരുപാട് കേസുകളുണ്ട്. അടുത്ത കാലത്തൊരു കേസ് ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് പറഞ്ഞാൽ ഫേമസ് ആയ ഒരു കേസ് ഉള്ളത്, ഒരു ലേഡി ഒരു കാറ് വാങ്ങിയതിന്റെ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാറിന് മൈലേജ് 40 മൈലേജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവര് ഉറപ്പിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു. അത് ഫിയറ്റ് ആണെന്ന് തോന്നുന്നു, ഒരു കാറ് ഓർമ്മയില്ല. സോ ആ കാറ്, അപ്പോൾ അതിനെതിരെ അവർ കംപ്ലൈന്റ് കൊടുക്കുകയും കുറെ വർഷത്തെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കുറെ 2-3 വർഷങ്ങൾ എടുത്തിട്ടാണ്, 2-3 അല്ല അതിൽ കൂടുതൽ വർഷം എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഈ കാറ് വാങ്ങി ഇതിന് ഇവർ പറഞ്ഞ മൈലേജ് കിട്ടിയില്ല എന്ന് ഉറപ്പിച്ചത്. അപ്പൊ ഈ കിട്ടാതെ വന്നപ്പോൾ കോടതിയിൽ പോവുകയും ഈ കാറിന്റെ തുകയും പ്ലസ് ഇവർക്ക് ഇത്രയും കാലം കേസ് നടത്താൻ വന്ന ചെലവും ഇവരുടെ മെന്റൽ എഗണി എന്നുള്ളതിനും ഒക്കെ ചേർത്തുകൊണ്ട് ഫൈൻ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവ് വന്നു. അപ്പൊ അങ്ങനെയുള്ള കേസുകളുണ്ട്. ഓക്കെ, അപ്പൊ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉൾപ്പെടും. തരാം. പിന്നെ പെക്യൂണിയറി ജൂറിസ്ഡിക്ഷൻ, അതായത് മുൻപ് ഇതില് 3 കോടതികളാണുള്ളത്. ഒന്ന് ഡിസ്ട്രിക്ട് ലെവലില്, ഒന്ന് സ്റ്റേറ്റ് ലെവലില്, ഒന്ന് നാഷണൽ ലെവലില്. ഇതിൽ ഡിസ്ട്രിക്ട് ലെവലിന് മുമ്പ് 20 ലക്ഷം വരെയുള്ള കേസുകളും സ്റ്റേറ്റ് ലെവലിന് 20 ലക്ഷം മുതൽ 1 കോടി വരെയും, 1 കോടിക്ക് മുകളിലാണെങ്കിൽ നാഷണൽ കമ്മീഷൻ, ഇങ്ങനെയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ പെക്യൂണിയറി ജൂറിസ്ഡിക്ഷൻ മാറ്റി. അതായത് പെക്യൂണിയറി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു മണി, അതിന്റെ പണത്തിന്റെ തോത് ഒന്ന് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 1 crore, ഡിസ്ട്രിക്ട് കമ്മീഷൻ തന്നെ 1 crore വരെയും, 1 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള കേസുകളാണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിലും, 10 കോടിക്ക് മുകളിൽ ഉള്ള കേസുകളാണെങ്കിൽ, അതായത് ഉൽപ്പന്നത്തിന്റെ വാല്യൂ ആണ് പറയുന്നത്, 10 കോടിക്ക് മുകളിൽ നഷ്ടപരിഹാര തുകയും ഒക്കെ ആവശ്യമുള്ളതാണെങ്കിൽ നാഷണൽ കമ്മീഷനിലാണ് വരിക. പിന്നെ അതാണ് പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് മുമ്പ് പറഞ്ഞത്. പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിലാണ് പ്രധാനമായിട്ടും ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കും ഉത്തരവാദിത്തമുണ്ട്. വിൽക്കുന്ന ആള് ഒരു സാധനം, മോശം സാധനം വിറ്റു, അയാൾ പറയുന്നു എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതും അത് കൺസ്യൂമറിലേക്ക് എത്തുന്നതും അത് പ്രൊഡക്റ്റിന് കേടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതും ആഫ്റ്റർ സെയിലും ഇതൊക്കെ വിൽക്കുന്ന ആളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ 2019 ആക്ടിൽ കുറച്ചുകൂടി എന്താക്കിയിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പ്ലസ് അത് കൺസ്യൂമറിന് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതുമായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു PDF കൂടി നോക്കാം. ഓക്കെ, ഇതില് നമ്മളിത് എന്താണ് ഇപ്പോൾ ഈ മെയിൻ PDF ഓടിച്ചു പോകുന്നത്, അതിലെ മെയിൻ പോയിന്റുകളൊക്കെ നമ്മൾ ആണ് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് വായിച്ച് നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോഴാണ് നമുക്കിത് ഈസി ആയിട്ട് പറയാൻ പറ്റുക. ആൻഡ് യു ക്യാൻ ആൻസർ, എന്താണ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കുകയും ചെയ്യാം. ഇവിടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, ഇത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആക്ട് ആണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ്. അപ്പൊ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ആക്ട് വന്നിട്ടുള്ളത് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ആദ്യം വന്നിട്ടുള്ളത് 55 അതിന് ശേഷം കുറെ അമെൻമെന്റ് വന്നു. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള അമെൻമെന്റിൽ പ്രത്യേകത ഒന്ന്, 2019 ഈ അമെൻമെന്റ് വന്നത്. ഇത് പ്രകാരം ഇല്ലീഗൽ മൈഗ്രൻസ് ഹു എൻറ്റേർഡ് ഇന്ത്യ ബിഫോർ December 31, 2014 അവർക്ക് എന്ത് കിട്ടില്ല, ഇല്ലീഗൽ മൈഗ്രൻസിന് സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ പുറത്താക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ അത് നോർമലി അതിനെക്കുറിച്ചാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ നോർമലി പുറത്തുനിന്ന് വന്നവരാണ്, അല്ലാതെ ഇവിടെയുള്ള ആരെയും സംബന്ധിച്ച് അതൊരു ഇഷ്യൂ അല്ല. ഇവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്നവർക്കൊന്നും ആ പ്രശ്നങ്ങളില്ല. അത് ചില സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതുപോലെ ബോർഡർ സ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേറ്റുകളിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ഒരുപാട് പേര് കടന്ന് താമസിക്കുകയും
അപ്പോൾ അതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അതാണ് അതിനുള്ള ഒരു കാരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് ഇതിന് മൂന്നിനും കൂടി ഒരു മെയിൻ ഹെഡ് ആയിട്ടാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പൊസിഷൻ വന്നിട്ടുള്ളത്. മുൻപ് അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. മുൻപ് ആർമി, നേവി, എയർഫോഴ്സിന്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഇപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും ഹെഡ് ആയിട്ട് ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അതിനു മുകളിലാണ് രാഷ്ട്രപതി. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ ന്യൂസ് വരാനുള്ള കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീഡിയ റിപ്പോർട്ട്സ് സജസ്റ്റ് ദാറ്റ് ദ കോംപ്ലക്സ് and continuous policy issue of rewriting the Indian military into integrated theater commands is gaining traction, and the armed forces are looking the appointment of vice chief. Okay, അതായത് ഈ അപ്പോയിന്റ്മെന്റ് അടുത്ത കാലത്ത് നടന്നിരുന്നില്ല. ഈ ന്യൂസ് വന്ന സമയത്ത് ആക്ച്വലി അതിന്റെ അപ്പോയിന്റ്മെന്റ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെ സംബന്ധിക്കുന്നതാണത്. അപ്പൊ ആ സമയത്ത് എന്താണ് ITC, ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള മീഡിയ റിപ്പോർട്ട്സ് വന്നിരുന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ സംഭവം. അപ്പൊ CDS എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് മുൻപ് ഉണ്ടായിരുന്നൊരു പോസ്റ്റ് അല്ല. ഓക്കെ, ഫസ്റ്റ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് ആയിരുന്നു. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത്. അതായത് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ആക്സിഡന്റിൽ മരിച്ചത്. ഊട്ടിക്ക് അടുത്ത് കൂനൂർ വെച്ചിട്ടാണ് ഹെലികോപ്റ്റർ തകർന്ന് വീണ് മരിക്കലുണ്ടായത്. അപ്പോൾ അത് 2020 ആയിരുന്നു. ഓക്കെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നൊരു കോൺസെപ്റ്റ് ആണ് റെസിപ്പി ഫോർ എ ലിവബിൾ പ്ലാനറ്റ് റിപ്പോർട്ട്. അതായത് വേൾഡ് ബാങ്ക് റിലീസ്ഡ് എ റെസിപ്പി ഫോർ എ ലിവബിൾ പ്ലാനറ്റ് റിപ്പോർട്ട് ദാറ്റ് ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് $260 billion are necessary to cut agri-food emissions in half by 2030 and achieve net zero by 2050. അതായത് അവിടെ പറയുന്നത് നല്ലൊരു ലിവബിൾ പ്ലാനറ്റ് ആവണമെങ്കിൽ എന്ത് കുറയ്ക്കണം? ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് $260 billion ആർ നെസസറി ടു കട്ട് അഗ്രി ഫുഡ് എമിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ബേസ് ഫുഡ് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? എമിഷൻ, ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കത്തിക്കുന്നത് മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നത് മൂലമായിരിക്കാം. ഇത് കട്ട് ചെയ്യാൻ, ഇത് 2030 ഇതിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ചെലവാവേണ്ട തുകയെ കുറിച്ചാണ് പറയുന്നത്. അത് 260 ബില്യൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് നല്ലതല്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് അവിടെയും പറയുന്നത്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്ന സംഭവം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പറയുന്ന ഗ്രീനറി ഐറ്റംസിലൂടെ, അഗ്രികൾച്ചർ ബേസ്ഡ് പ്രൊഡക്റ്റിലൂടെ. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒക്കെ കാണാം, ഡൽഹിയിലൊക്കെ ഒരുപാട് പുക ഉള്ള ഒരു അവസരമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒന്ന് ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ട്, പ്ലസ് വേറൊന്ന് ഈ സമയത്താണ് കത്തിക്കുന്ന സമയമാണ്. അതായത് ഈ പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം തന്നെ വിളവെടുപ്പ് കഴിഞ്ഞ് കരിമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് കത്തിക്കും. അപ്പോൾ ഇതിന്റെ പുകയെല്ലാം വരുന്നത് ഡൽഹിയുടെ മുകളിലേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകളൊക്കെ പ്രകൃതിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ബേസ്ഡ് പൊല്യൂഷനും എമിഷനും കുറയ്ക്കാനുള്ള ചെലവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതാണ് ഇതിന്റെ കോൺസെപ്റ്റും ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ലിവബിൾ റിപ്പോർട്ട് ഫോർ, അത് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടുമാണ്. ഓക്കെ, നെക്സ്റ്റ് ചാർധാം യാത്ര എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ചാർധാം എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട ടെമ്പിൾ കോൺസെപ്റ്റുകളാണ് അതിലിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, ഈ 4 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചാർധാം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ജേണി ഉണ്ട്. ഇത് പറയാൻ കാരണം വിത്ത് നിയർലി ട്വൈസ് ദ നമ്പർ ഓഫ് പിൽഗ്രിം എംബാർക്കിംഗ് ദ ചാർധാം യാത്ര ഇൻ ഉത്തരാഖണ്ഡ് സിൻസ് കമൻസ്ഡ് ഓൺ May 10, the state government has reported the death of 11 pilgrims in the first 5 days. So ചാർധാം യാത്ര ഒരു സ്പിരിച്വൽ യാത്രയാണ് ഇൻ ഉത്തരാഖണ്ഡ്. 4 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ മാൻ മിസ്സിങ്ങും ഇഷ്യൂസും സംഭവിക്കാറുണ്ട്. അത് ഈ വർഷത്തെ May 11 ആരംഭിച്ചതിന്റെ May 11 May 10 ആരംഭിച്ചതിന്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ചാർധാമില് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 4 സ്ഥലങ്ങളാണ്. പിൽഗ്രിം സൈറ്റ്സ് ആർ യമുനോത്രി, ഗംഗോത്രി, അത് രണ്ടും വരുന്നത് ഉത്തർകാശി ഡിസ്ട്രിക്റ്റിലാണ്. കേദാർനാഥ് എന്ന് പറയുന്നതും രുദ്രപ്രയാഗ് എന്ന് പറയുന്നതും കേദാർനാഥ് എന്ന് പറയുന്നത് രുദ്രപ്രയാഗ് ജില്ലയിലും ബദ്രിനാഥ് ചമോലി ജില്ലയിലുമാണ്. അപ്പൊ ഇങ്ങനെ
3 ജില്ലകളിലായിട്ട് കിടക്കുന്ന 4 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനം എന്ന് പറയുന്നതാണ് ഈ കോൺസെപ്റ്റ്. ഓക്കെ, സോ അതാണുള്ളത്. ഓക്കെ, അതിന്റെ കോൺസെപ്റ്റുകൾ അത്രയാണുള്ളത്. സോ നമുക്കപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. നൗ ഇറ്റ്സ് ടൈം ഫോർ കൺക്ലൂഷൻ.